രാജുവേട്ടാ, ഒരു ക്വസ്റ്റ്യൻ, പേഴ്സണൽ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ചോദിക്കാം. കൊറേ ആരാധികമാരുണ്ടോ? എനിക്കറിയില്ലണ്ടോ. ശരി. ഇപ്പൊ വിവാഹത്തിന് മുമ്പേ കുറെ അപ്രോച്ചസ് കാണും, അതിൽ തന്നെ കുറെ ലെവൽസും കാണും ആരാധികമാരുടെ. ഈ കൂടിയ ലെവൽ കാണും, അതായത് ഈ പ്രേമനൈരാശ്യം വന്ന ചങ്ങലക്കൊക്കെ ഇടേണ്ട അവസ്ഥയും കാണും. ചിലവരുണ്ടാവും ഒരു ആരാധനയും കാണില്ല, എന്നാ വെറുതെ ഭയങ്കര ആരാധനയാന്ന് കാണിക്കും. ഇപ്പൊ വിവാഹത്തിന് ശേഷം ചിലവര് പ്രണയാഭ്യർത്ഥനകളായി വരാറുണ്ടോ? ഞാന് ഈ വിവാഹത്തിന് മുൻപും അതെ, ഞാൻ ഈ സ്വപ്നക്കൂടൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചാക്കോച്ചനൊക്കെ അനിയത്തിപ്രാവൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി രക്തത്തിൽ ഒരു സ്വന്തം രക്തത്തിൽ അല്ലെങ്കിൽ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന രക്തത്തിൽ ഒരു കത്ത് എഴുതി അയച്ചിട്ടുണ്ട്. അത്രയും ഒരു എക്സെൻട്രിസിറ്റിയിൽ നിൽക്കുന്ന പ്രേമാഭ്യർത്ഥനകളൊക്കെ കിട്ടിയിട്ടുള്ള നടന്മാരാണ് കുഞ്ചാക്കോ ബോബനൊക്കെ. എനിക്കൊന്നും അങ്ങനൊരു ആരാധികയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനൊരു അപ്പൊ എന്താണ് ശരിക്കും പബ്ലിക്കിൽ ഞാനൊരു പ്രപ്പോസൽ നടത്താം, ഐ ലവ് യു എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പറയൂ ഐ ലവ് യു എന്ന് പറയൂ കുട്ടി, ഐ ലവ് യു എന്ന് പറയൂ. കണ്ടോ ആ കുട്ടിക്ക് അതാണ്. പറയൂ. കോളേജിന്റെ മാനം കളയരുത്. ഐ ലവ് യു. ഐ ലവ് യു ടു. രാജു നോക്കിക്കോണം, രാജു തിരിച്ച് രണ്ടുപേരെ പ്രേമിക്കുന്നുണ്ടെന്ന്. ഐ ലവ് യു ടു. ഓക്കെ.